പെയിൻറ്റ് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയങ്ങളിലൊന്നാണ് വാട്ടർ കളർ. അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ വരവോടുകൂടി വാട്ടർ കളർ കൂടുതലായി ചെയ്യാറില്ല എന്നതാണ് സത്യം. LP സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായി ഒരു വാട്ടർ കളർ ബോക്സ് അതുപോലെ 1-2 ബ്രഷൊക്കെ കിട്ടുന്നത്. അന്ന് സ്കൂളിൽ ഡ്രോയിങ് ടീച്ചറായിരുന്ന ബാലൻ മാഷ് ഒരിക്കൽ അമ്മൂമ്മ സ്കൂളിൽ എന്നെ കൊണ്ടാക്കാൻ വന്നപ്പം അമ്മൂമ്മയോട് പറയുമായിരുന്നു, ഇവൻ നന്നായി വരയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് സ്കൂളിൽ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുപ്പിക്കണം, അതിന് ഒരു വാട്ടർ കളറും അതുപോലെ ബ്രഷൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, പേപ്പറൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ആദ്യമായി എനിക്ക് അമ്മ ഒരു കളർ ബോക്സും അതുപോലെ 1-2 ചെറിയ ബ്രഷുകളും വാങ്ങിച്ചു തരുന്നത്. ബാലൻ മാഷാണ് ആദ്യത്തെ എൻ്റെ വാട്ടർ കളറിൻ്റെ ഗുരു. അദ്ദേഹത്തിന് ശേഷം ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾ കാണാനും ക്ലാസ്സുകളിൽ ഇരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിലും ബാലൻ മാഷ് അന്ന് വളരെ ചെറിയ പ്രായത്തിൽ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പം ശരിക്കും ഈ പെയിൻറ്റിങ്ങിനുള്ള താല്പര്യം പ്രധാനമായും ഈ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പം മത്സരിച്ച് ജയിക്കുക എന്ന ഒരു ഉദ്ദേശം തന്നെയായിരുന്നു. അപ്പോൾ അധികവും സ്കൂളിൽ പഠിക്കുമ്പോഴും അതുപോലെ കോളേജിൽ പഠിക്കുമ്പോഴുള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് നമ്മളെ നോട്ട് ചെയ്യും, എന്നിട്ട് എല്ലാ കോമ്പറ്റീഷനിലും പറഞ്ഞയക്കും. അപ്പോൾ ചില കോമ്പറ്റീഷനിലൊക്കെ ഇപ്പം എന്താ പറയുക, നല്ല പ്രൈസൊക്കെ കിട്ടുമ്പോൾ വീണ്ടും ഇത് വരയ്ക്കുകയും കൂടുതൽ ആളുകളുടെ മുന്നിൽ ഷൈൻ ചെയ്യണം എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു അന്നത്തെ കാലത്ത് ഈ വാട്ടർ കളറിനോടുള്ള ഒരു അഭിനിവേശം. പിന്നീട് മാഹി മലയാള കലാഗ്രാമത്തിൽ ചിത്രകല പഠിക്കുന്ന സമയത്ത് ദേവമാഷുടെ കെയർ ഓഫിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവിടെ വന്ന് ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് പുതിയ സാധ്യതകളും പുതിയ രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ പിന്നീട് വാട്ടർ കളർ വിട്ട് അക്രിലിക്കിലും മറ്റ് മാധ്യമങ്ങളിലേക്കും തിരിഞ്ഞു. എന്നാലും വാട്ടർ കളർ എപ്പോഴും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മീഡിയം തന്നെയാണ്. വാട്ടർ കളറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും ചെയ്യാൻ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വളരെ രസമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ വളരെ ലെയറായിട്ട് ചെയ്യണം. നല്ല കൈയടക്കം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പെയിൻറ്റിങ് വാട്ടർ കളറിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനിയും വാട്ടർ കളർ വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരാം. എന്തായാലും ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.